ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഗരുഡൻ ആശ്വാസമാർന്ന് മടങ്ങി. അരിശമാർന്ന ചിറകടിച്ച കാറ്റിനാൽ അരക്കപ്പട അലഞ്ഞുലഞ്ഞു. ശത്രുമർദ്ദനായ ലോകനാഥൻ ശ്രീ നാരായണ സ്വാമിയുടെ ചക്രം കൊണ്ട് തലയാറ്റും, ഗദാപ്രഹരത്താൽ നെഞ്ചു പിളർന്നും, കരികൊണ്ട് കഴുത്തൊടിഞ്ഞും, മുസലത്താൽ തല പൊളിഞ്ഞും, വാളുകൊണ്ട് ദേഹം രണ്ടായി മുറിഞ്ഞും, ശരങ്ങൾ കൊണ്ട് പിടഞ്ഞും അമ്പരതലത്തിൽ നിന്ന് അസുരപ്രമുഖന്മാർ അമ്പൂതിയിലേക്ക് തുടരെ തുടരെ പതിച്ചുകൊണ്ടിരുന്നു. മധുകൈടപ ഹന്താവായ ശ്രീ പത്മനാഭന്റെ ഇടുത്തി പോലെയുള്ള കണകൾ ചിന്നിപ്പാറുന്ന തലമുടിയോടുകൂടിയ രാക്ഷസന്മാരുടെ ശരീരങ്ങളെ കൊടുങ്കാറ്റ് കാർമേഘങ്ങളെപ്പോലെ ചിതറിച്ചു. രഥങ്ങളിലെ വെൺകൊറ്റ കുടകൾ തകർന്നു. ആയുധജാലങ്ങൾ പൊളിഞ്ഞു വീണു. ശരീരം മുഴുവൻ വിണ്ടുകീറി. കുടൽമാലകൾ പുറത്തു ചാടി. ഭയപ്പെട്ട കണ്ണുകൾ തുറിച്ചു. ഇങ്ങനെ ആ സൈന്യം മുഴുവൻ ഉന്മത്തരായി തീർന്നു. സിംഹത്താൽ പരുക്കു പറ്റിയ മതഗജങ്ങൾ പോലെ ആനകളാകുന്ന രാക്ഷസന്മാരുടെ നേരിട്ട് ആ പുരാണ കേസരി വന്നപ്പോൾ അലർച്ചയും പാച്ചിലും ഒന്നിച്ചായി തീർന്നു. ദൈത്യാരിയായ സത്യസ്വരൂപന്റെ അമ്പുകൾ നേരിട്ട് വന്നപ്പോൾ സ്വന്തം ചാപങ്ങളെയും ബാണങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് രാക്ഷസ കാർമേഘങ്ങൾ കാറ്റിൽ ഉലഞ്ഞ കൊണ്ടൽ നിരയെ പോലെയായി. ചക്രത്താൽ ശിരസറ്റു വീണു. ഗദാപ്രഹരത്താൽ അംഗങ്ങൾ ചിന്നിച്ചിതറി. കട്കപാദത്താൽ ശരീരം ഖണ്ഡങ്ങളായി. ഇങ്ങനെ രാക്ഷസ പ്രമുഖന്മാർ മുറിഞ്ഞ മാമല പോലെ വീണു. സ്ഥാനം തെറ്റിയ രത്നഹാരങ്ങളും കുണ്ടലങ്ങളും കരിങ്കാറിൻ നിറമൊത്ത നിശാചര ശരീരങ്ങളും കൊണ്ട് പാരിടം നിറഞ്ഞു. കറുത്ത ശൈലങ്ങളെ കൊണ്ട് മൂടിയ പോലെയായി അവരുടെ ശവങ്ങളെ കൊണ്ട്. സരോജാക്ഷനായ ശ്രീനാരായണ സ്വാമി ഉഗ്രന്മാരും മായാവികളുമായ അരക്കന്മാരെ മുഴുവൻ ഇങ്ങനെ വിജയിച്ച് അരുളി. കരയ്ക്ക് അടിച്ചു കയറുന്ന അലകൾ സമുദ്രത്തിലേക്ക് വരുന്നത് പോലെ മാല്യവാൻ അതിവേഗത്തിൽ പിന്തിരിഞ്ഞ് ക്രോധ താമ്രാക്ഷനായി പുരുഷോത്തമൻ പത്മനാഭനോട് പറഞ്ഞു: ഹേ വിഷ്ണു, പുരാതനമായ ശാസ്ത്രധർമ്മം അങ്ങേക്കറിയില്ലേ? ഒരു മഹാമൂഢനെ പോലെയാണല്ലോ അങ്ങ്. പിന്തിരിഞ്ഞോടുന്നവരെ നിഗ്രഹിക്കുന്നുവല്ലോ. അസുരനല്ലാത്തൊരുവന്റെ അധർമ്മവും പാപവർദ്ധകവുമായ ഇത്തരം വധത്തെ ചെയ്യുമോ? ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മടങ്ങുന്ന ഞങ്ങളെ ഹനിക്കുന്നത് വെറും രാക്ഷസ സ്വഭാവമല്ലേ? പുണ്യം കൊണ്ട് സിദ്ധിക്കുന്ന വിണ്ണ് തിരിഞ്ഞോടുന്നവൻ ഹതനായാൽ കൊന്നവന് ഒരിക്കലും ലഭിക്കുന്നതല്ല. ശംഖചക്രഗതകൾ ധരിച്ചവനായ അങ്ങേക്ക് അടരിന് അത്യാഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഞാൻ നിൽക്കുന്നു. അങ്ങയുടെ ബലപരാക്രമങ്ങളെ തികച്ചും കാണിക്കൂ. പർവ്വതം പോലെ നിന്ന് ഇത്തരം പറയുന്ന മാല്യവാനോട് പരമ്പൊരുളായ അമേയ ബലവാൻ ഇങ്ങനെ മറുപടി അരുളി ചെയ്തു: രാക്ഷസേന്ദ്ര, നിങ്ങളിൽ നിന്ന് ഭയപ്പെട്ട് അമ്പുന്ന വാനവന്മാർക്ക് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു. അതിനെ കാക്കുവാനാണ് ഞാൻ രക്ഷോവധം ചെയ്തത്. പ്രാണൻ കളഞ്ഞും സുരന്മാരെ രക്ഷിക്കേണ്ടവനാണ് ഞാൻ. നിങ്ങൾ പാതാളത്തിലേക്ക് പോയാലും എന്നിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല. ചെന്താമരക്കണ്ണനായ ദേവദേവന്റെ വാക്കുകൾ കേട്ട അസുരപ്രമുഖൻ ചെമ്പരത്തി പോലെ കണ്ണുകൾ ചുവപ്പിച്ച് അതിശക്തിയുള്ള വേലിനെ ആഞ്ഞുവിട്ടു. മാറിടം പിളർക്കത്തക്ക അത്ഭുത ബലമാർന്ന ആ നിശിതായുധം മണിക്കിലുക്കത്തോടെ അന്തരീക്ഷത്തിൽ കൂടി വന്ന പീതാംബരന്റെ നെഞ്ചിൽ കാർമേഘത്തിലെ ഇടിമിന്നൽ പോലെ പ്രശോഭിക്കുകയാണുണ്ടായത്. മഹാപ്രഭു ആ വേലിനെ തന്നെ എടുത്ത് രാക്ഷസേശ്വരന്റെ നേരിട്ടു ചാട്ടി. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വേലിനെ പോലെ മഹാവിഷ്ണു എറിഞ്ഞ വേൽ വെട്ടിത്തിളങ്ങി. ഇന്ദ്രവജ്രം അഞ്ജനാദ്രിയ എന്ന പോലെ ആ വരായുധം നിശാചരേന്ദ്രന്റെ മണിമാലകളാൽ അലങ്കൃതമായ വിസ്തൃത വക്ഷസിൽ ഇടുത്തി പർവ്വത ശിഖരത്തിൽ എന്ന പോലെ പതിച്ചു. മാല്യവാന്റെ പോർച്ചട്ട പൊളിഞ്ഞ് നെഞ്ചിൽ തട്ടുക കൊണ്ട് മൂർച്ഛിച്ച പർവ്വതമെന്ന പോലെ വീണു. അല്പനേരം കഴിഞ്ഞ് ബോധവാനായ സുകേശപുത്രൻ ഒരു മാമല പോലെ നിന്ന് അനേകം മുള്ളുകളുള്ള ഒരു ഉരുക്കുശൂല എടുത്ത് ഭഗവാന്റെ മാറിടത്തിൽ ശക്തിയോടെ കുത്തി. സമരപ്രിയനായ അവൻ മുഷ്ടികളെ കൊണ്ടും താടിച്ചു. ഒരു വിൽപ്പാട് പിന്നിലേക്ക് മാറി നിന്നു. നന്നു നന്നു എന്നിങ്ങനെ ദേവന്മാർ കൂടി ഉദ്ഘോഷിച്ചു. 8 ദിക്കിലും ആ ശബ്ദം അലയടിച്ചു. വിഷ്ണുവിനെ അടിച്ച അരക്കൻ പക്ഷീന്ദ്രൻ താക്ഷിനെയും ശക്തിയിൽ താടിച്ചു. ചൊടിച്ച ഗരുഡൻ ചിറകിൻ കാറ്റുകൊണ്ട് ആ അസുര പ്രമുഖനെ ചവിറ്റിലയെ പോലെ പറപ്പിച്ചു. ഖഗേന്ദ്രന്റെ പക്ഷക്കാറ്റുകൊണ്ട് പറന്ന അഗ്രജനെ കണ്ട സുമാലി ഓടിത്തുടങ്ങി. സ്വസൈന്യങ്ങളെ ലങ്കയിലേക്ക് മടങ്ങുന്ന അനുജന്റെ ഒന്നിച്ച് മാല്യവാനും അതീവ ലജ്ജയോടെ ചേർന്ന് പാഞ്ഞുപോയി. ഭഗവാൻ അഗസ്ത്യ ബ്രഹ്മർഷി മന്ദഹാസത്തോടെ തുടർന്നു:
അംബുജലോചനായ രാമ, ആ അസുരശ്രേഷ്ഠന്മാർ അനേക പ്രാവശ്യം ഇങ്ങനെ ശ്രീഹരിയോട് നേരിട്ടു. മുഖ്യ നേതാക്കൾ അനേകം പേർ ഹതരായി, പലപ്പോഴും തോറ്റു പിന്തിരിഞ്ഞു. ദേവദേവനായ പരന്തപനോട് പൊരുതുവാൻ കെൽപ്പില്ലാതെ അവരെല്ലാം പത്നികളോടും പുത്രന്മാരോടും കൂടി ലങ്കയിൽ നിന്ന് പാതാളത്തിലേക്ക് താമസം മാറ്റി. സുമാലി രാക്ഷസന്റെ കീഴിൽ സാലകടങ് കടാവംശജരായി പുകഴാർന്ന അവരെല്ലാം അതിവീര്യം ഇയന്നു തന്നെ വാണു. രഘുവീര, അങ്ങു നിഗ്രഹിച്ച പൗലസ്ത്യ നിശാചരന്മാരെക്കാൾ അതിശക്തന്മാരാണ് മാലി, സുമാലി, മാല്യവാൻ എന്നിവർ. ദേവന്മാരെ സർവദാ ഉപദ്രവിക്കുന്ന ആ അസുരശ്രേഷ്ഠന്മാരെ നിഗ്രഹിക്കുവാൻ ശംഖചക്രഗദ ശാർഘപാണിയായ വിഷ്ണുദേവനൊഴികെ മറ്റൊരാൾക്കും സാധിക്കുന്നതുമല്ല. ചതുർബാഹുവും സനാതനനും അവ്യയനും മഹാപ്രഭുവുമായ ദേവദേവൻ ശ്രീനാരായണനാണ് ഭവാനെന്ന് ഞങ്ങൾക്കറിയാം. ധർമ്മം എപ്പോഴെല്ലാമാണോ നശിക്കുന്നത്, അധർമ്മം വർദ്ധിക്കുന്നത്, അപ്പോഴെല്ലാം ആശ്രിതവത്സനായ അവിടുന്ന് ഓരോ രൂപത്തിൽ അവതരിക്കുകയല്ലേ പതിവ്. ഖലന്മാരെ നിഗ്രഹിച്ച് നശിച്ച ധർമ്മത്തെ വീണ്ടും പ്രതിഷ്ഠിക്കുന്നത് അവിടുത്തെ ലീലാവിനോദമല്ലേ. രാജരാജനായ ശ്രീരാമ, രാക്ഷസന്മാരുടെ ഉൽപ്പത്തി ഇങ്ങനെയാണ്. എല്ലാം വിസ്തരിച്ച് ഞാൻ പറഞ്ഞു. പുത്ര പൗത്രാദികളോടെ വാണിരുന്ന ദശകണ്ഠന്റെ അതുല്യമായ ജന്മപ്രഭാവം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.